കൈറോസ് കനാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ ഹീരയാണ്. ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മേടിക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇവളിപ്പോൾ ഒരു 5 മാസം ആവാറായി. നാളത്തേക്ക് 5 മാസം ആവും. അപ്പോൾ ഇവളുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലാണ് അവരുടെ ഓഫീസ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ. സർട്ടിഫിക്കറ്റൊക്കെ എത്തിയിട്ടുണ്ട്, വന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് അവിടെ പോയിട്ട് ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ നോക്കി കറക്റ്റായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ്. ഇതാണ് ഈ മൈക്രോ ചിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സിറിഞ്ചും ഇതിൻ്റെ ഉള്ളിലാണ്, സിറിഞ്ചിൻ്റെ ഉള്ളിലാണ് ചിപ്പൊക്കെ. ഇത് ചില ടീമുകൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് നമ്മൾ ഡോഗിനെ പപ്പീനെ എടുക്കുമ്പോൾ പറയും ഫാദറിൻ്റെ ഇതാണ്. ഈ മുകളിൽ വസ്തു വരുന്നതൊക്കെ ഫാദറിൻ്റെ ആണ്. ഇത് ഫാദറിൻ്റെ, ഇത് മദർ സൈഡാണ്. അപ്പോൾ ഇത് ഹീരയുടെ ഫാദർ വരുന്നത് ബോൺ 007. സർട്ടിഫിക്കറ്റ് സാധാരണ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ ലിറ്ററായി കഴിഞ്ഞ് ഒരു ആഴ്ച തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താൽ മതി. അവർ അവിടുന്ന് ഫോം തരും. അപ്പോൾ നമ്മളിപ്പോൾ അഡ്വാൻസായിട്ട് ഫോം വാങ്ങിച്ചു കൊണ്ടുവരും. പിന്നെ അങ്ങോട്ട് പോകാൻ ലിറ്ററൊക്കെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ പോകാൻ പാടായിരിക്കും. അപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഫോം അഡ്വാൻസായിട്ട് വാങ്ങിച്ചു കൊണ്ടുവരും. എന്നിട്ട് നമ്മളത് ഫില്ല് ചെയ്തിട്ട് അവരുടെ ഓഫീസിൽ ലിറ്ററായി കഴിഞ്ഞ് എന്ന് വേണമെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കാം. നമുക്ക് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ 1 മാസം അല്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിലാണ് അവർ നമ്മുടെ അടുത്ത് വന്ന് നോക്കാൻ വരും. അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഒരാൾ വരും. അവർ വന്ന് നോക്കി പപ്പീസ് എത്ര ഉണ്ട്, എത്ര മെയിൽ, എത്ര ഫീമെയിൽ, അതെല്ലാം നോക്കി എന്നിട്ട് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് പപ്പീസിൻ്റെ പേരൊക്കെ നമ്മളപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ആ ഫോമിൽ ഫില്ല് ചെയ്യും. ഫാദറും മദറിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അവരുടെ മൈക്രോ ചിപ്പ് നമ്പർ അത് ആ കോപ്പിയിലുണ്ടാവും. പിന്നെ സ്റ്റഡ് ഫോം നമ്മൾ ഏത് മെയിലിനെ കൊണ്ടാണ് മേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവരെ കയ്യിൽ നിന്ന് സ്റ്റഡ് ഫോം വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഫോമും കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് മദ്രാസിന് പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നെ. ഫീസൊക്കെ അടയ്ക്കണം. ഏകദേശം 400 സംതിങ് ആണെന്ന് തോന്നുന്നു ഓരോ പപ്പിയുടെ ഫീസ്, സർട്ടിഫിക്കറ്റിൻ്റെ ഫീസ് വരുന്നത്. പിന്നെ അവരുടെ ഓഫീസിൻ്റെ ചെറിയൊരു ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എല്ലാം കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 3 മാസമൊക്കെ കഴിയും. ഇപ്പോൾ ഇവൾക്കിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 3-3.5 മാസമായി. ഇപ്പോൾ 5 മാസം ആവാണ് ഇവൾ. ആ സമയത്താണ് ഇപ്പോൾ വന്നേക്കണേ. എറണാകുളം ജില്ലയിൽ പൊതുവെ ഇച്ചിരി വൈകാറുണ്ട്. കാരണം ഇവിടെ എറണാകുളം ആലപ്പുഴയൊക്കെ പാടെ കൂടിയാണ് ഒരു ഓഫീസിൻ്റെ കീഴിലെ വന്നെ. അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു കുറച്ച് വൈകിയ വന്നെ. 3-4 മാസം 5 മാസമൊക്കെ എത്തുമ്പോഴാണ് സാധാരണ കിട്ടണേ. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ എന്നാൽ അത് വാങ്ങിക്കാൻ പോകണം. അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അങ്ങനെ നമ്മളങ്ങനെ കല്ലൂരാണ് നമ്മുടെ കെനൽ ക്ലബിൻ്റെ എറണാകുളം ജില്ലയുടെ ഓഫീസ്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോവുകയാണ്. സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ പപ്പീസിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മളങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവരുടെ ഓഫീസിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ള സെറ്റപ്പിൽ വിചാരിച്ച് പോയി. അപ്പോൾ അവർ വീഡിയോ അങ്ങനെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. വീഡിയോ എടുക്കാൻ അങ്ങനെ അവർക്ക് അത്ര താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ മൈക്രോ ചിപ്പാണ് ഇതിനകത്ത് കൊടുത്തേക്കണത്. ഇതാണ് ഈ മൈക്രോ ചിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സിറിഞ്ചും ഇതിൻ്റെ സിറിഞ്ചിൻ്റെ ഉള്ളിലാണ് ചിപ്പൊക്കെ. ഇത് നമുക്ക് പൊട്ടിക്കാനുള്ള ഇതില്ല. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ മൈക്രോ ചിപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡോക്ടറാണ് പൊട്ടിച്ച് ഡോഗിൻ്റെ ബോഡിയിലേക്ക് ഇൻസേർട്ട് ചെയ്യണത്. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കാനുള്ള കാര്യം, സർട്ടിഫിക്കറ്റിൽ നമ്മൾ മൈക്രോ ചിപ്പുമ്പോൾ ഒരു നമ്പർ ഉണ്ടാവും, ഒരു ബാർ കോഡും അതിനകത്ത് ഒരു നമ്പറും ഉണ്ടാവും. ആ നമ്പറും ഈ സർട്ടിഫിക്കറ്റിൻ്റെ അകത്ത്
നമ്പറുണ്ട്, മൈക്രോ ചിപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും സെയിം ആണോ നോക്കണം. പിന്നെ പപ്പീസ് എത്ര എണ്ണത്തിൻ്റെ ഉണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കണം. അതിൻ്റെ ബിച്ച് എന്ന് പറയുന്നത് ഫീമെയിലാണ്, പിന്നെ ഡോഗ് എന്ന് പറയുന്നത് മെയിലും. അപ്പോൾ അത് എത്ര എണ്ണം ആർന്നു അതും കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേറെ ഫാദറിൻ്റെ മദറിൻ്റെ പേരുകൾ വല്ലതും മാറി വന്നിട്ടുണ്ടോ, ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. അത്രയൊക്കെയാണ് എനിക്ക് ശ്രദ്ധിക്കേണ്ടത്. വേറെ ഒന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ട്രാൻസ്ഫർ ഫോമും കൂടി അവർ തരും. അപ്പോൾ ആ ട്രാൻസ്ഫർ ഫോമും നമ്മൾ നമ്മുടെ അഡ്രസ്സും സൈനൊക്കെ ചെയ്ത് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാണ്. എല്ലാവർക്കും നമ്മളത് അയച്ചു കൊടുക്കാണ്. പിന്നെ ഇതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഇതിനകത്ത് ബാക്കിലും ഫോമിൻ്റെ ബാക്കിൽ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്കിൽ ഇത് ആരുടെ പേരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അവരുടെ പേരും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് അവർ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ അയച്ചു കൊടുക്കണം. അവരുടെ ഫീസ് അടച്ചിട്ട് കെനൽ ക്ലബിലേക്ക് അയച്ചിട്ട് അവിടെ നിന്നാണ് അവർ വീണ്ടും ഇപ്പോൾ ആദ്യം നമ്മളൊരാൾക്ക് കൊടുത്തു, അവരെ ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർ വേറെ ഡോഗിനെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ഫോം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി 3-4 കോളങ്ങളുണ്ട്. അത്രയൊക്കെയാണ് സർട്ടിഫിക്കറ്റിലുള്ളത്. പിന്നെ ഇത് ട്രാൻസ്ഫർ ഫോമാണ്. ഇത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. ഇത് നമ്മൾ സർട്ടിഫിക്കറ്റ് അയക്കുമ്പോൾ ട്രാൻസ്ഫർ ഫോം ഇല്ലെങ്കിൽ അത് തരാൻ പറയണം ശരിക്കും. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പപ്പിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തൊട്ട് 1 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 118 രൂപയാണ് ചാർജ് ഉള്ളത്. 1 വർഷം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ 590 രൂപ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ പരമാവധി നേരത്തെ ഇപ്പോൾ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, ഇപ്പോൾ തന്നെ 5 മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 7 മാസമുണ്ട്. അപ്പോൾ 7 മാസത്തിനുള്ളിൽ അവരവരുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്താൽ കാശ് കുറച്ച് മതി, 118 രൂപ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ 500 ചില്ലാൻ 600 രൂപയുടെ അടുത്ത് അവർക്ക് ഫീസ് കൊടുക്കണം. ഇത്രയൊക്കെയാണ്. പിന്നെ ചില ടീമുകൾ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് നമ്മൾ പപ്പീനെ എടുക്കുമ്പോൾ പറയും അവർ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടുമ്പോൾ അയച്ചു തരാമെന്നൊക്കെ പറയും. അങ്ങനെ സംശയമുള്ള ബ്രീഡർമാരുടെ അടുത്ത് നിങ്ങൾ അവരോട് അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു റെസിപ്റ്റ് കൊടുക്കും കെനൽ ക്ലബിൻ്റെ. അതൊന്ന് കാണിക്കാൻ പറയണം. അതായത് നമ്മുടെ റെസിപ്റ്റ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി ഡേറ്റ് എന്നാണ് നമ്മൾ അവർക്ക് ഇത് അപ്ലൈ ചെയ്തേക്കണേ. അപ്പോൾ അവർ അവിടെ നിന്ന് ഇൻസ്പെക്ഷന് വരുമ്പോൾ ഒരു ഫീസ് അടച്ച് കഴിയുമ്പോൾ ഒരു ഇത് തന്നതാണ് നമുക്ക് റെസിപ്റ്റ് തരും അവർ. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും പപ്പീസ് എത്ര ഉണ്ട്, 5 പപ്പീസിൻ്റെ എണ്ണം എഴുതിയിട്ടുണ്ടാവും, എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും, ഡേറ്റൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് കാണിക്കാൻ പറഞ്ഞാലും മതി അവരോടെ. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ചില ടീമുകളങ്ങനെ ആൾക്കാരെ പറ്റിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് വരുമ്പോൾ അയക്കാമെന്നൊക്കെ പറയും. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു കഴിയുമ്പോൾ പറയും ഇല്ല എന്ന് പറയും. നമ്മുടെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ നമ്മളെ പപ്പിക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, നമുക്കൊന്ന് എടുത്തു തരാമോന്ന്. സർട്ടിഫിക്കറ്റ് അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ പപ്പീസ് ആയിക്കഴിഞ്ഞപ്പോൾ ഇത്ര എണ്ണം പപ്പീസ് എന്നും പറഞ്ഞ് അവർക്ക് എഴുതി ലെറ്റർ നമ്മൾ ഫോമിൽ ഫില്ല് ചെയ്ത് പേരും ഒക്കെ ഫില്ല് ചെയ്താണ് കൊടുക്കണത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരവിടെ നിന്ന് ഇൻസ്പെക്ഷൻ ആൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീഡിയോ ഒക്കെ എടുക്കും. പപ്പി എത്ര ഉണ്ട് മദർ ഡോഗിൻ്റെ കൂടെ അവർ നിർത്തി വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് അവർക്ക് പോണത്. അപ്പോൾ നമുക്ക് അതിനകത്ത് പിന്നെ എണ്ണം കൂട്ടാനൊന്നും പറ്റില്ല. കുറയ്ക്കാൻ വേണ്ടി പപ്പി അങ്ങനെ ചത്തുപോയ അങ്ങനെ ചെയ്താൽ നമുക്ക് അവിടുന്ന് അത് എണ്ണം ഇത്ര ഇല്ല, അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഫീസൊക്കെ റിട്ടേൺ തരാവുന്ന ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് നമുക്ക് അങ്ങനെ വേറെ പപ്പീസിനെ എനിക്ക് ആഡ് ചെയ്യാനോ അതൊന്നും പറ്റില്ല. കാരണം അവർ വീഡിയോ ഒക്കെ എടുത്താണ് ഇൻസ്പെക്ഷന് നമ്മുടെ ഇവിടെ വരുമ്പോൾ അങ്ങനെയാണ് ചെയ്തു പോകണം. ഇനി വേറെ സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അവരെല്ലാം നോക്കി മൈക്രോ ചിപ്പ് നമ്പറും ഇതൊക്കെ നോക്കി അവർ സ്കാനർ കൊണ്ടുണ്ടാവും. അപ്പോൾ ഡോഗിനെ അത് സ്കാൻ ചെയ്ത് നോക്കും, മദർ ഡോഗ് അത് തന്നെയല്ലേ, നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അത് തന്നെയല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി അതൊക്കെ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് വേറെ അതിനകത്ത് കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല കറക്റ്റായിട്ട്. പിന്നെ വരാനുള്ള സാധ്യതയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഇപ്പോൾ നമ്മളൊരു പപ്പീനെ കുറച്ച് രജിസ്റ്റർ ചെയ്തു, അപ്പോൾ നമ്മുടെ അടുത്ത് വന്നു, സർട്ടിഫിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആ പപ്പി ഡെഡായി പോയി കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്തുണ്ടാവും. സാധാരണ അത് നമ്മൾ ക്യാൻസൽ ചെയ്യണമെന്നാണ് പറയണത്. അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അല്ലാണ്ട് വേറെ സർട്ടിഫിക്കറ്റുകളൊന്നും അങ്ങനെ കിട്ടാൻ വഴിയില്ല. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഹീരയുടെ സർട്ടിഫിക്കറ്റാണത്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് വിവരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണത്, 2/8/2023.
ഇത് സെക്സ് ബിച്ച് എന്ന് പറഞ്ഞാൽ ഫീമെയിലാണത്. മെയിലിന് ഡോഗ് എന്നായിരിക്കും തന്നെ. പിന്നെ അതെ ബ്രീഡ്, ഇതാണ് രജിസ്ട്രേഷൻ നമ്പറാണിത്. ഇത് മൈക്രോ ചിപ്പ് നമ്പർ. ഈ നമ്പറും ഈ മൈക്രോ ചിപ്പുമുള്ള നമ്പറും സെയിം ആയിരിക്കും. പിന്നെ ബാർകോഡ് ഉണ്ടാവും. ഇത് ഓരോ സ്റ്റിക്കറുകളാണ്. ഇത് നമുക്ക് സർട്ടിഫിക്കറ്റിലൊക്കെ വേറെ നമ്മുടെ വാക്സിനൊക്കെ എടുക്കണല്ലേ, ആ സർട്ടിഫിക്കറ്റിലൊക്കെ വേണമെങ്കിൽ ഒട്ടിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്, 2027 വരെ ഇത് ഉപയോഗിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിച്ചാലും മതി. ഡോഗിൻ്റെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഇതൊക്കെ പിടിയുന്ന 1 വർഷമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചെയ്യും. പിന്നെ ഇതിനകത്ത് അവരുടെ മാർക്കിങ്, കളറ്, ബ്രീഡ്, റോട്ട് വൈലർ, കളറ് മാർക്കിങ്, ബ്ലാക്ക് ആൻഡ് ടാൻ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈനേജ് എന്ന് പറയുന്നത് ഇപ്പം ഹീരയുടെ ഫാദറിൻ്റെ ഇതാണ്. ഈ മുകളിൽ വസ്തു വരുന്നതൊക്കെ ഫാദറിൻ്റെ ആണ്. ഇത് ഫാദറിൻ്റെ, ഇത് മദർ സൈഡാണ്. അപ്പോൾ ഇത് ഹീരയുടെ ഫാദർ വരുന്നത് ബോൺ 007. അത് അവരുടെ ഏതാണ്, ഹൗസ് ഓഫ് മെഡിനിക്ക്, ആ കെനലിൻ്റെ പേരാണത്. ബോൺ 007 ഹൗസ് ഓഫ് മെഡിനിക്ക്. മദർ സൈഡ് വരുന്നത് അന്നാബെല്ല എന്ന്, നമ്മുടെ ടെസയുടെ സർട്ടിഫിക്കറ്റ് നെയിം അന്നാബെല്ല എന്നാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പറും അതാണ്. പിന്നെ ഇതിനകത്ത് വിവരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ബോണ്ടിൻ്റെ ഫാദറാണ്. ഇത് എമിനം, അതാണ് ഫാദർ. ഈ ബോണ്ടിൻ്റെ മദറാണ് റെമി ഓഡി സ്റ്റാൻ, ഇതാണ് അവരുടെ മദർ സൈഡ്. പിന്നെ അപ്പോൾ ഈ ഫാദറാണ് ഇത് റോക്കോ വോംഹോസ് എഡൽസ്റ്റൻ്റെ, അതിൻ്റെ മദറാണ്. ഈ എമിനത്തിൻ്റെ മദർ സൈഡാണ് ഈ വരുന്നത്. അങ്ങനെ തന്നെയാണ് ഇതും വരുന്നത്. ഇത് മുകളിലേക്ക് വരുന്നത് ഇത് ഫാദർ സൈഡ്, ഇത് മദർ സൈഡ്. ഇത്രയൊക്കെയാണ് ഇത്. അതേമാതിരി തന്നെ ഇത് തന്നെ മദർ ഡോഗിൻ്റെ അന്നബെല്ലയുടെ ഫാദർ മിർക്കോ ഫുസാഡോജോ ഫാദർ ഡോക്ടർ ടിംറ്റോർ. അതിൻ്റെ അടിയിലേക്ക് വരുന്നത് ടിസ വോംബെന്നി. ഇത് ഈ മിർക്കോൻ്റെ മദറാണ്, മദർ ഡോഗാണിത്. അങ്ങനെ തന്നെ ഇത് തന്നെ അന്നബെല്ലയുടെ മദർ സൈഡ് ബാറ്റിസ ഓഫ് ലിയാനോയുടെ ബോയില. ഇത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഡോഗാണ്. ഈ ബാറ്റിസയുടെ ഫാദറാണ് ഹൾക്ക് ഫുസാഡോജോ, അതിൻ്റെ മദറാണ് സോണിയ. അങ്ങനെയാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നത്. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. പിന്നെ അവരുടെ ഒരു എംബിളൊക്കെ ഉണ്ടാവും, ബ്രെഡ് ഇൻ ഇന്ത്യ എന്നുള്ളതിൻ്റെ. ഇത് പുറത്തുനിന്ന് വന്ന ഡോഗാണ്. ഏത് രാജ്യത്തുണ്ടായെന്ന് വെച്ചാൽ അവരുടെ ഒരു ഇതായിരിക്കും. ഇത്രയൊക്കെ തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റിലുള്ള. ഇത് വേറെ ഒന്നും ഇല്ല. ഇത് നമ്മൾ മൈക്രോ ചിപ്പ് ഇൻസേർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വയ്ക്കുക. മൈക്രോ ചിപ്പ് ഇൻസേർട്ട് ചെയ്ത സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് അത് സ്കാൻ ചെയ്താൽ നമ്പർ എടുക്കാൻ പറ്റും. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ വേണമെങ്കിൽ എടുക്കാവുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രയൊക്കെ തന്നെയാണ്. ഇത് ബാക്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവരുടെ പേരും കാര്യങ്ങളും ഇതിൽ തന്നെ അടിച്ചു തന്നെ. അപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ഫുള്ളായിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. മൈക്രോ ചിപ്പ് അയക്കേണ്ട, സർട്ടിഫിക്കറ്റ് മാത്രം കെനറ്റ് ക്ലബിൻ്റെ ചെന്നൈയിലേക്കുള്ള ഓഫീസിലേക്ക് അയച്ചിട്ട് അവരവിടെ നിന്ന് ആരുടെ പേരിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് വരും. അതിന് ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അടയ്ക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ നിന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ഷെയറൊക്കെ ചെയ്യണം, ലൈക്കൊക്കെ അടിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഈരാ ഫോൺ